ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ഉഗ്രൻ പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. പുട്ടിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി 1/2 കപ്പ് തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. പരിപ്പെല്ലാം വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. പരിപ്പിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3 വിസിൽ വേണ്ടി വന്നു എനിക്ക് പരിപ്പ് വെന്ത് കിട്ടാനായിട്ട്. ഇതേപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ കുറുകി പോവുകയാണെങ്കിൽ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിക്ക് വറുത്തിടുന്നതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. വറ്റൽമുളകും കറിവേപ്പിലയെല്ലാം മൂത്ത് വരുമ്പോൾ അതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും സാധിക്കും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് പരിപ്പ് കറി തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയൂടെ ചെയ്യണം കേട്ടോ. ഒപ്പം ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.